ഞാൻ റെനി മഹേഷ്, MES ട്രെയിനിങ് കോളേജിലെ നാച്ചുറൽ സയൻസ് ഫാക്കൽറ്റിയാണ്. ഇന്ന് നമുക്ക് ഫോർത്ത് സെമ്മിലെ ഫോർത്ത് മോഡ്യൂളിൻ്റെ ഒരു ടോപ്പിക്കായ ബയോ ടെററിസത്തെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ പ്രസൻറ്റ് സിനാരിയോയിൽ ബയോ ടെററിസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ വരുന്ന എക്സാംസിലൊക്കെ വരാനായിട്ടുള്ള ചാൻസും അതിന് കൂടുതലാണ്. ഇപ്പോൾ ഈ ബയോ ടെററിസം അതെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. It is the use of infectious agents or other harmful biological or biochemical substances as weapon of terrorism. ഇവിടെ ടെററിസത്തിന് വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ ഏജൻസ് ആണ്. അത് ഏതെല്ലാം തരത്തിലുള്ള ഏജൻസ് ഇവിടെ യൂസ് ചെയ്യുന്ന നോക്കാം. ബയോടെററിസം ഇസ് ടെററിസം ഇൻവോൾവിങ് ദ ഇൻറ്റൻഷണൽ റിലീസ് ഓഫ് ബയോളജിക്കൽ ഏജൻറ്റ്സ്. ഇൻറ്റൻഷനോടുകൂടിയാണ് ശത്രുരാജ്യത്തെ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണറെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷനോടുകൂടി അയക്കുന്ന ഒരു വെപ്പണാണ് ഈ ബയോളജിക്കൽ ഏജൻറ്റ്സ്. ദീസ് ഏജൻറ്റ്സ് ആർ ബാക്ടീരിയ, വൈറസസ്, ഇൻസെക്ട്സ്, ഫംഗൈ ഓർ ടോക്സിൻസ്. ഇനി ഇതിൻ്റെ ഗോൾ എന്താണെന്ന് നോക്കാം. ദ ഗോൾ ഓഫ് ബയോടെററിസം ഈസ് യൂഷ്വലി ടു ക്രിയേറ്റ് എ ഫിയർ or otherwise intimidate the government or societies for the purpose of gaining political, religious or ideological goals. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അപ്പർ ഹാൻഡ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എനിമി ആയിട്ടുള്ള ഒരു കൺട്രിയുടെ മേലിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ മേലിലോ നമ്മൾ അയക്കുന്ന ഒരു ബയോളജിക്കൽ വെപ്പണാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇനി സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, CDC എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയാം. അവർ ഈ ബയോ ടെറർ ഏജൻസിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ്. അത് ഓരോരോ ക്രൈറ്റീരിയ വെച്ചാണ്. അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഒരു ബയോ ടെറർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ അത് എത്ര ഈസി ആയിട്ട് ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റും, എത്ര വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ എത്രത്തോളം കഴിവുണ്ട്, അങ്ങനെ പല ക്രൈറ്റീരിയ വെച്ചാണ് ഈ കാറ്റഗറി A, B ആൻഡ് C ആയിട്ട് CDC ഈ ബയോ ടെറർ ഏജൻസിനെ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാറ്റഗറി Aയെ പറ്റി നോക്കാം. ഇത് ആക്ച്വലി ദ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പിൽ ഫസ്റ്റ് പ്ലേസ് ആണ് ഇതിന്. The US public health system and primary health care providers must be prepared to address various biological agents, including pathogens that are rarely seen in the United States. യുണൈറ്റഡ് സ്റ്റേറ്റിൽ റെയർ ആയിട്ട് കാണുന്ന പത്തോജൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ് ഇത് ആദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഹൈ പ്രയോറിറ്റി ഏജൻറ്റ്സ് ഇൻക്ലൂഡ് ഓർഗാനിസം ദാറ്റ് പോസ് എ റിസ്ക് ടു നാഷണൽ സെക്യൂരിറ്റി. അത് നാഷണൽ സെക്യൂരിറ്റിക്ക് തന്നെ ഒരു റിസ്ക് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസിമിനേറ്റഡ്, അതായത് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, 1 person ടു അനദർ പേഴ്സണിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ മേജർ പബ്ലിക് ഹെൽത്ത് ഇമ്പാക്റ്റ്. ഒരു വലിയൊരു ഇമ്പാക്റ്റ് പബ്ലിക്കിൽ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് പറ്റും. ഇറ്റ് മൈറ്റ് കോസ് പബ്ലിക് പാനിക് ആൻഡ് സോഷ്യൽ ഡിസ്റപ്ഷൻ. ഈ പബ്ലിക് പാനിക് ആയാൽ തന്നെ നമുക്കറിയാം സോഷ്യൽ ഡിസ്റപ്ഷൻ ഉണ്ടാവും, ആർക്കും അവരവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ തന്നെ നമ്മുടെ എക്കോണമീനെ തന്നെ അത് ബാധിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനുണ്ടാക്കാൻ പറ്റും. ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ ആക്ഷൻ ഫോർ പബ്ലിക് ഹെൽത്ത് പ്രിപ്പയർഡ്നെസ്. ഇത് ഒരു കൺട്രോളിൽ വരുത്താൻ വേണ്ടി സ്പെഷ്യൽ ആക്ഷൻ തന്നെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിൽ നിന്ന് വേണ്ടതായിട്ട് വരും. ഇതാണ് ഹൈ പ്രയോറിറ്റി ബയോ ടെററാണ് ഈ കാറ്റഗറി Aയിൽ വരുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് വളരെ കൂടുതലുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഈ കാറ്റഗറി Aയിൽ വരുന്ന കുറച്ച് ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആന്ത്രാക്സ്. അത് വരുത്തുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്, ബാസിലസ് ആന്ത്രാസിസ്. പിന്നെ ബോട്ടുലിസം, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. പിന്നെ പ്ലേഗ്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അനദർ ബാക്ടീരിയ കോൾ എർസീനിയ പെസ്റ്റിസ്. പിന്നെ സ്മോൾ പോക്സ്, അത് വൈറൽ ഡിസീസാണ്, വാരിയോള മേജർ. അങ്ങനെ ഒരു 3-4 എക്സാമ്പിൾസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ കാറ്റഗറി Aയിൽ വരുന്ന ബയോ ടെറർ ഏജൻസ് ആണ്. ഇനി നമുക്ക് ഈ കാറ്റഗറി Bയിൽ വരുന്നത് ഇതെല്ലാം എന്ന് നോക്കാം. ദ സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി ഏജൻറ്റ് ഇൻക്ലൂഡ് ദിസ് കാറ്റഗറി ആൻഡ് ദേ ആർ മോഡറേറ്റ്ലി ഈസി ടു ഡിസിമിനേറ്റ്. ഇത് ഈ കാറ്റഗറി A പോലെ അത്ര ഈസി അല്ല ഡിസിമിനേറ്റ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ. ഇത് മോഡറേറ്റ്ലി ഈസി ടു ഡിസിമിനേറ്റ്
റിസൾട്ട് ഇൻ മോഡറേറ്റ് മോർബിഡിറ്റി റേറ്റ് ആൻഡ് ലോ മോർട്ടാലിറ്റി റേറ്റ്. ഇത് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് വെൻ കമ്പയർഡ് ടു കാറ്റഗറി എ ബയോടെറർ. ഇറ്റ് റിക്വയർ സ്പെസിഫിക് എൻഹാൻസ്മെൻറ്റ് ഓഫ് CDC's ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി ആൻഡ് എൻഹാൻസ്ഡ് ഡിസീസ് സർവിലൻസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ CDCയുടെ സർവിലൻസും അതുപോലെ കപ്പാസിറ്റിയും കൂട്ടേണ്ടതായിട്ടുണ്ട് ഈ കാറ്റഗറി ബി ബയോടെററിനെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഈ കാറ്റഗറി ബിയിൽ വരുന്ന എക്സാമ്പിൾസ് എന്തെല്ലാമെന്ന് നോക്കാം. ബ്രുസെല്ലോസിസ്, ബ്രുസെല്ല സ്പീഷീസ് ആണ് ഈ ഡിസീസ് വരുത്തുന്നത്. പിന്നെ എപ്സിലിയോൺ ടോക്സിൻസ് ഓഫ് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ്, ഫുഡ് സേഫ്റ്റി ത്രെറ്റ് ബൈ സാൽമനല്ല സ്പീഷീസ് ഓർ എക്സറീഷ്യ കോളൈ. ഈ എക്സറീഷ്യ കോളൈ അല്ല ഹ്യൂമൻ ഫീസിസ് വഴി വരുന്ന ഒന്നാണ്. നമുക്ക് കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടും. പിന്നെ ഗ്ലാൻഡിയസ് ഡിസീസ്, അത് ബാക്ടീരിയൽ ഡിസീസാണ്. മെലിയോഡോസിസ്, ദെൻ സിറ്റോകോസിസ് ആൻഡ് ക്യൂ ഫീവർ. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കാറ്റഗറി ബി ഏജൻറ്റ്സ് ഓഫ് ബയോടെറർ. ഇതിൽ ഏതോ 2-3 എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ വേണ്ടിയിട്ട് കാറ്റഗറി ബിയിൽ വരുന്ന ഏജൻറ്റ്സ്. ഇനി നമുക്ക് കാറ്റഗറി സിയിൽ വരുന്നത് എന്തെല്ലാമെന്ന് നോക്കാം. തേർഡ് ഹയസ്റ്റ് പ്രയോറിറ്റി ഏജൻറ്റ്സ് ഇൻക്ലൂഡ് എമേർജിംഗ് പത്തജൻസ് ദാറ്റ് കുഡ് ബി എൻജിനീയർഡ് ഫോർ മാസ് ഡിസിമിനേഷൻ. ഇതിപ്പോൾ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂ ആയിട്ട് ഡെവലപ്പായ പതജനാണ്. അത് മേ ബി ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ വഴിയാകാം. അപ്പോൾ ഇതൊരു മാസ് പ്രൊഡക്ഷൻ നമുക്ക് നടത്തി ഒരു മാസ് ഡിസിമിനേഷന് വേണ്ടി ഫ്യൂച്ചർ യൂസിലേക്ക് പറ്റുന്ന തരത്തിലുള്ള ബയോടെറർ ഏജൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഫ്യൂച്ചറിലേക്ക് എൻജിനീയർഡ് മാസ് പ്രൊഡക്ഷൻ വഴി നമുക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ഈസിലി അവൈലബിലിറ്റി ഹൈ അവൈലബിലിറ്റിയാണ്. ഈസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസിമിനേഷൻ, അത് പ്രൊഡക്ഷനും ഡിസിമിനേഷനും വളരെ ഈസിയാണ്. ഇത് പ്രൊഡക്ഷൻ ഫെർമെൻറ്റേഷൻ വഴിയോ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴിയൊക്കെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പൊട്ടൻഷ്യൽ ഫോർ ഹൈ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. അത് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാക്കാൻ അത്രയുള്ളൊരു പൊട്ടൻഷ്യലും അതുണ്ട്. ആൻഡ് മേജർ ഹെൽത്ത് ഇമ്പാക്റ്റ്, ഇതിനൊരു മേജർ ഹെൽത്ത് ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ കാറ്റഗറി സിയിൽ വരുന്നതാണ്. നിപ്പ വൈറസ്, ദെൻ ഹാൻഡ വൈറസ്, അങ്ങനത്തെ എല്ലാം ഇതിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഇത് കോവിഡ് വൈറസും ഈ കാറ്റഗറി സിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം കോവിഡ് വൈറസ് ഇപ്പോൾ ന്യൂലി എമേർജിങ് ഒരു വൈറസാണ്. അതായത് പണ്ടുണ്ടായിരുന്ന സാസ് വൈറസ് തന്നെ മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പുതിയ വൈറസായിട്ടാണ് ഇതിനെ. അത് ന്യൂലി എമേർജിങ് വൈറസ് തന്നെയാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഇതും ഈസിലി ഡിസിമിനേറ്റിംഗ് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ബയോടെറർ ഏജൻ്റായിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഒരു ഐഡിയലായിട്ട് നമുക്കൊരു ബയോടെറർ വെപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഏജൻസിന് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണമെന്ന് നോക്കാം. ബയോടെറർ ഏജൻറ്റ് വുഡ് ബി കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതാണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നത്. കണ്ടേജിയസ് ആണ്. വിറുലൻറ്റ്, വെരി സ്ട്രോങ് ആക്ടിവിറ്റി ഉള്ളതാണ്. റോബസ്റ്റ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒരു ഡിസിമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ്, ആർക്കും അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇത് മൈക്രോ ഓർഗാനിസം എല്ലാം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് ഈസി അല്ല ഡിറ്റക്റ്റ് ചെയ്യാനും. അതേപോലെ തന്നെ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. പെട്ടെന്ന് ഒരു ഡ്രഗ് വഴി അതിനെ നശിപ്പിക്കാൻ പറ്റരുത് നമുക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യൂസർ കൺട്രോളബിൾ, യൂസറിന് കൺട്രോൾ ചെയ്യാനും പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കോവിഡ് ബയോടെറർ ഏജൻറ്റ് എന്ന് പറയാറായിട്ടില്ല എന്നാൽ തന്നെ കുറച്ച് പേര് അതിനൊരു ഡൗട്ട് പ്രകടിപ്പിച്ചു. എന്താ അതിൻ്റെ കാരണം? ഇപ്പോൾ ചൈനയിലെ വുഹാനിലാണ് അത് പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ആ വുഹാനിലും ചൈനയിലും അത് പെട്ടെന്ന് കൺട്രോളിൽ വന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് പടർന്നു പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷേ ചൈനയിലെ സ്ഥിതി അതല്ല, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കൂടെയാണ് ബാക്കി സയൻറ്റിസ്റ്റൊക്കെ ഡൗട്ട് ചെയ്തത് ഇത് അവർ അയച്ചൊരു എന്താ പറയുന്നത് ബയോടെറർ തന്നെയാണോ, കാരണം അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി. ആക്ച്വലി അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ചൈനയിൽ നിന്നാണ്. പക്ഷേ അവർക്കത് കൺട്രോൾ ചെയ്യാനും പറ്റി. ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കി കാണുമ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുന്നത് ഈ കൊറോണ വൈറസും ഒരു ബയോടെറർ ആയിരുന്നോ എന്ന് തോന്നാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ദെൻ യൂഷ്വലി നോ നാച്ചുറൽ ഏജൻറ്റ്സ് മീറ്റ് ദീസ് ക്രൈറ്റീരിയ. നമുക്കറിയാം ഈ നേച്ചറിൽ കാണുന്ന ഏതൊരു ജേംസ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം എടുത്താൽ ഈ എല്ലാ കണ്ടീഷനും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ടെററിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള സയൻറ്റിസ്റ്റ്സ് എല്ലാം തന്നെ സിന്തറ്റിക് ബയോളജിക്കൽ മെത്തേഡ് വഴി തന്നെ ഇതിന് പറ്റിയ രീതിയിലുള്ള ഈ എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണ രീതിയിലുള്ള ബയോടെറർ ഏജൻറ്റ് ലാബറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്
ശ്രമം നടത്തി. അപ്പോൾ ആക്ച്വലി ഇതൊരു ആൻറ്റി ഹ്യൂമൻ ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ ഒരു വാർഫെയറിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ബയോ ടെറർ വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അങ്ങനെ സിന്തറ്റിക് ആയിട്ട് ഇത് ലാബറട്ടറിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ സയൻറ്റിസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബയോളജിക്കൽ ഏജൻറ്റ്സ് എങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഡെലിവർ ചെയ്യാം, എങ്ങനെ അവിടേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് ഉള്ളതാണ് ഈ നോക്കുന്നത്. ദ മാസ് ഡിസ്ട്രക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ വെപ്പൺ വാസ് ഡിപ്പെൻഡ് ഓൺ ദ മീൻസ് യൂസ്ഡ് ടു ഡെലിവർ ദ വെപ്പൺ അറ്റ് ദ ടാർഗറ്റ്. ആ ടാർഗറ്റിൽ യൂസ് ചെയ്യണ രീതി അല്ലെങ്കിൽ യൂസ് ചെയ്യണ ആ എക്സാക്ട് ടൈം അതെല്ലാം വച്ചാണ് ഇതിൻ്റെ ആ ഡിസ്ട്രക്റ്റീവ് കപ്പാസിറ്റി ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. വൺസ് ദ ഏജൻറ്റ് വാസ് റിലീസ് ടു ദ ടാർഗറ്റ് ദ ഡെലിബറേറ്റ് ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഡിസീസ് വുഡ് ഫോളോ. നമുക്കറിയാം അത് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുകയും വേണം. ദെൻ ദെയർ ആർ സെവറൽ മെത്തേഡ് ഓഫ് ഡിസിമിനേറ്റിംഗ് ദ ബയോ ഏജൻറ്റ്. ഏതൊക്കെ മെത്തേഡാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫുഡ്, വാട്ടർ ഓർ എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഫുഡ് ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ കൂടെ, വാട്ടർ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ കൂടെ അല്ലെങ്കിൽ എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ കൂടെ നമുക്കിതിനെ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് അയക്കാം. എങ്ങനെ നമുക്കറിയാം, ഫുഡെല്ലാം നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക്, അങ്ങനെ നോക്കാം. പിന്നെ എയർക്രാഫ്റ്റ് സ്പ്രേയേഴ്സ്, എയർക്രാഫ്റ്റിൽ പോയിട്ട് സ്പ്രേ ചെയ്ത് വേറെ ഒരു കൺട്രിയിൽ ഇതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ ഹ്യൂമൻ ഓർ അനിമൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജേംസ് ഉള്ള ഹ്യൂമനെ അല്ലെങ്കിൽ അനിമലിനെ നമ്മൾ പറയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമലിനെ ഹ്യൂമനെ വെക്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ബൈ സെൻഡിങ് ഹ്യൂമൻ ഓർ അനിമൽ വെക്റ്റേഴ്സ്, ഇതെല്ലാമാണ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഡെലിവറി. ഇനി നമുക്ക് ഈ വേൾഡിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ബയോ ടെറർ അറ്റാക്കിനെ പറ്റി നോക്കാം. വേൾഡ് വാർ 1 സമയത്ത് ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ആർമി യൂസ് ഗ്ലാൻഡേഴ്സ് ഡിസീസ് ജേംസ് ആൻഡ് ആന്ത്രാക്സ് ഡിസീസ് ജേംസ്. ഈ ജേംസ് ഒരു ബയോ ടെററായിട്ട് യൂസ് ചെയ്തിരുന്നു വേൾഡ് വാർ 1 സമയത്ത്. പിന്നെ വേൾഡ് വാർ 2 ജപ്പാൻ യൂസസ് പ്ലേഗ് ആൻഡ് ആന്ത്രാക്സ് ജേംസ്. ആ സമയത്ത് ജപ്പാൻ പ്ലേഗിൻ്റെ ആന്ത്രാക്സിൻ്റെയും ജേംസ് ബയോ ടെററായിട്ട് യൂസ് ചെയ്തു. പിന്നെ 1980 to 88 അത് ഗൾഫ് വാറിൻ്റെ സമയത്ത് ഇറാഖ് ആർക്കെതിരായിട്ടാണ് ഇവിടെ കെമിക്കൽ ബയോ ടെററിസം അവർ ചെയ്തിരുന്നത്. കെമിക്കൽസാണ് അവർ ഇറാനെതിരായിട്ട് യൂസ് ചെയ്തത്. ഇറാനെതിരായിട്ട് മാത്രമല്ല, ഇറാഖിലെ തന്നെ എത്നിക് ഗ്രൂപ്പിനെതിരായിട്ടും, അതായത് ഇറാഖിനെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വ്യൂ പോയിൻറ്റുമായിട്ട് എതിർത്ത് നിന്നിരുന്ന ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇറാഖിൻ്റെ അകത്ത് തന്നെ. അവർക്കെതിരായിട്ടും അവർ മസ്റ്റാർഡ് ഗ്യാസ്, സാരിൻ, ടാബുൻ അങ്ങനത്തെ ഓർഗാനിക് കെമിക്കൽസ് യൂസ് ചെയ്തു. ഇതെല്ലാം എക്സാമ്പിൾസാണ് ബയോ ടെറർ അറ്റാക്സിന് എക്സാമ്പിൾസാണ്. ഇത് വേൾഡ് വാർ 1 2 സമയത്തും അതേപോലെ തന്നെ ഗൾഫ് വാറിൻ്റെ സമയത്തും നടന്ന ബയോ ടെറർ അറ്റാക്കിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഈ ഗ്ലാൻഡേഴ്സ് ഡിസീസ് ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഇത് ഒറിജിനലി ഹോഴ്സസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഹോഴ്സിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരാനും പറ്റും. അപ്പോൾ ഈ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബുർക്കോൾഡീറിയ മലൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ദിസ് ഗ്ലാൻഡേഴ്സ് ഈസ് പ്രൈമർലി എ ഡിസീസ് എഫക്റ്റിംഗ് ഹോഴ്സസ്. ഡ്യൂറിങ് വേൾഡ് വാർ 1 ഗ്ലാൻഡേഴ്സ് വാസ് ബിലീവ് ടു ഹാവ് ബീൻ സ്പ്രെഡ് ഡെലിബറേറ്റ്ലി ബൈ ജർമ്മൻ ഏജൻറ്റ്സ് ടു ഇൻഫെക്ട് ദ ലാർജ് നമ്പർ ഓഫ് ഹോഴ്സസ് ഇൻ റഷ്യൻ ആർമി. ഇപ്പോൾ ജർമ്മൻ ആർമി റഷ്യൻ ആർമിക്ക് എതിരായിട്ട് ഈ ഗ്ലാൻഡേഴ്സ് ജേംസിനെ യൂസ് ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ വേൾഡ് വാർ 1 സമയത്ത്. അതേപോലെ തന്നെ ഈ ട്രാൻസ്മിറ്റ് ഈസിലി ടു ഹ്യൂമൻ ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഹൈ. ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റും കുറച്ച് ഹൈ ആണ്. അത് ഈസി ആയിട്ട് ഹ്യൂമനിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്തിരുന്നു. ഡ്യൂ ടു ഹൈ മോർട്ടാലിറ്റി റേറ്റ്, ഈസി ഡിസിമിനേഷൻ ആൻഡ് സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസം ഈസ് റിക്വയർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇൻഫെക്ഷൻ മേക്ക് ഇറ്റ് എ ഗുഡ് ബയോ ടെറർ ഏജൻറ്റ്. ഇത്രയും ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യണം, കാരണം അതൊരു ഗുഡ് ബയോ ടെറർ ഏജൻ്റാണ്. ദെൻ കെമിക്കൽസ് യൂസ്ഡ് ബൈ ഇറാഖി ആർമി ഓൺ ഇറാൻ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ബയോ ടെറർ കെമിക്കൽ. ബയോ ടെറർ കെമിക്കലിൻ്റെ എക്സാമ്പിളാണ് ഇറാൻ്റെ മുകളിൽ യൂസ് ചെയ്തത്. അത് ഏതൊക്കെയാണ്? ടാബുൻ, സാരിൻ ആൻഡ് മസ്റ്റാർഡ് ഗ്യാസ്. ഇത് ഗൾഫ് വാർ 1980 to 88 ആ കാലഘട്ടത്തിലാണ് ഈ ഗൾഫ് വാർ നടന്നത്. അപ്പോൾ ഇത്തരം കെമിക്കൽസ് എല്ലാം ബയോ ടെറർ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസാണ്.
ഇനി നമുക്ക് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഏജൻറ്റ്സ് എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ ആന്ത്രാക്സ് ഡിസീസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ബാസിലസ് ആന്ത്രാസിസ്. ഇതെന്തുകൊണ്ടാണ് ഒരു ബയോടെറർ ഏജൻ്റായിട്ട് നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് വൈഡ്ലി ഫൗണ്ട് ഇൻ നേച്ചർ. ഈ ആന്ത്രാക്സ് ഡിസീസ് സാധാരണ ഹെർബിവോറസ് അനിമൽസിനെ കാണുന്നത്, അതായത് പശു, ആട് അതെല്ലാം പുല്ല് തിന്നുന്ന സമയത്ത് ഈ ബാക്ടീരിയ സ്പോർസിൻ്റെ രൂപത്തിൽ ഇനാക്റ്റീവായിട്ട് എപ്പോഴും സോയിലുണ്ടാവും. അങ്ങനെ ആ ഇനാക്റ്റീവ് സ്പോർ ഫോമിലുള്ള ബാക്ടീരിയ ഈ ഹെർബിവോസിൻ്റെ ഉള്ളിൽ വരികയും അത് പശുക്കളിലൊക്കെ ഈ ആന്ത്രാക്സ് രോഗം വരുത്തുകയും ചെയ്യും. ആന്ത്രാക്സ് രോഗത്തിന് മലയാളത്തിൽ നമ്മൾ കുളമ്പ് രോഗം എന്ന് പറയും. അപ്പോൾ അത് കൂട്ടത്തോടെ പശുക്കളെല്ലാം ചത്തൊടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. ഈ ആന്ത്രാക്സ് ഡിസീസ് തന്നെ മനുഷ്യനിലേക്കും പകരാൻ ചാൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഒരു ബയോടെറർ ഏജൻ്റായിട്ട് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വൈഡ്ലി ഫൗണ്ട് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഈസിലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലാബറട്ടറി. നമുക്ക് ലാബറട്ടറിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഫോർ എ ലോങ് ടൈം. നമുക്കറിയാം സ്പോർ ഫോർമേഷൻ ബാക്ടീരിയയിൽ കാണുന്നത് തന്നെ എന്തിനാ? അത് വിസ്റ്റാൻഡ് ചെയ്യാൻ, എൻവയോൺമെൻറ്റിൽ ഏത് കണ്ടീഷനിലും അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു കഴിവ് അതിനുള്ളത്. ദെൻ ഇറ്റ് ക്യാൻ ബി ഡിസിമിനേറ്റഡ് ഈസിലി ആസ് പൗഡർ, സ്പ്രേസ് എക്സെട്ര. ഇത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്, പൗഡർ ഫോമിൽ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻ 2001 ആന്ത്രാക്സ് സ്പോർസ് വെർ സെൻറ്റ് ത്രൂ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റൽ സർവീസ്. യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള പോസ്റ്റൽ സർവീസ് വഴി, ഈ ഒരു പോസ്റ്റൽ കവർ വഴി ഈ ആന്ത്രാക്സ് സ്പോർസ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ വന്നിരുന്നു. ഏതോ ഒരു ആൻറ്റി സോഷ്യൽ ഏജൻറ്റ് വഴിയാണ് അങ്ങനെ വന്നത്. അത് പക്ഷേ കുറേ ആളുകൾക്ക് ആന്ത്രാക്സ് രോഗം പിടിപെടാനും കുറച്ച് പേര് മരിക്കാനും അതിടയായി. പക്ഷേ അത് ആരാണ് അയച്ചത് എന്നുള്ളതിനും അതിന് ഒരു പണിഷ്മെൻറ്റും ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും പറ്റിയില്ല ആരാണ് ഇങ്ങനെ അയച്ചത് എന്നുള്ളത്. അങ്ങനെ ആന്ത്രാക്സ് സ്പോർസ് എത്ര നാൾ വേണമെങ്കിലും അത് ഇൻടാക്റ്റായിട്ട് വിറുലൻ്റായിട്ട് ഇരിക്കാനുള്ളൊരു കഴിവ് അതിനുണ്ട്. അത് സ്പോർ ഫോം ചെയ്യുമ്പോൾ ആ സ്പോറിൻ്റെ തിക്ക് കവറിനുള്ളിൽ ലൈവായിട്ട് അത് ഇരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ് ഇത് ബയോടെററായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോൾ പോക്സിൻ്റെയും പ്ലേഗിൻ്റെയും ജേംസും ഇതേപോലെ തന്നെ ബയോടെററായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് സ്മോൾ പോക്സ് ഇസ് അൺലൈക്ക് ആന്ത്രാക്സ്. സ്മോൾ പോക്സ് സ്പ്രെഡ് പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മനുഷ്യരിലേക്കാണ് പകരുന്നത്. ആന്ത്രാക്സ് ആണെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും, പിന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. പക്ഷേ ഈ സ്മോൾ പോക്സ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് പകരുന്നത്. ഇപ്പോൾ അതിന് വാക്സിനേഷൻ ഉണ്ട്, നമുക്ക് വാക്സിനേഷൻ. അതുകൂടാതെ തന്നെ 1977 ഒരു നാച്ചുറൽ ഒരു ഔട്ട്ബ്രേക്ക് ഈ സ്മോൾ പോക്സിൻ്റെ ഉണ്ടായത്. പിന്നെ ഈ വാക്സിനേഷൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ വേൾഡിൽ നിന്ന് തന്നെ നാമാവശേഷമായി ഇപ്പോൾ സ്മോൾ പോക്സ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാക്സിനേഷൻ ഇപ്പോൾ എടുക്കുന്നില്ല. Unlike anthrax, smallpox spread person to person, and now the vaccination stamped it out from nature. The last natural spread occurred in 1977. It is still kept in 2 laboratories, one in US and other in Russia. ഈ 2 ലാബറട്ടറിയിൽ ഒരു എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടി ഇത് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, അത് ഒരു ബയോടെറർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഈ 2 രാജ്യങ്ങൾ യൂസ് ചെയ്താൽ വിചാരിച്ചാൽ നമുക്ക് അത് ഇനിയും ഇതേപോലത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. Okay, then next one is plague. It is caused by germ Yersinia pestis. This plague is also spread very easy to treat in early stages. ഈ പ്ലേഗ് early stagesൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ ഇത് ലങ്സിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യൂർ ചെയ്യാനുള്ളത് അത്ര എളുപ്പമല്ല. ഏർലി സ്റ്റേജിലാണ് ആൻറ്റിബയോട്ടിക് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റിയൊരു അസുഖമാണ് പ്ലേഗ്. ഇത് ആക്ച്വലി റോഡൻസിൻ്റെ, എലിയുടെ ഒക്കെ മേത്തുള്ള ചെള്ളുകളിൽ കൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് സാധാരണ പകരുന്നത്. ഇതും ഒരു ബയോടെറർ ഏജൻ്റാണ്. ബയോടെററിന് വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. ഇത് അറ്റ്മോസ്ഫിയറിൽ സ്റ്റേബിളായിട്ട് ഒരു ലോങ് ഡ്യൂറേഷൻ നിൽക്കാനായിട്ട് ഇതിന് പറ്റണം. എന്നാലാണ് ഇത് ഒരു പുതിയ ഏജൻറ്റിനെ കണ്ടില്ലെങ്കിൽ തന്നെ, പെട്ടെന്ന് തന്നെ കണ്ടില്ലെങ്കിൽ തന്നെ വേറൊരു ഏജൻറ്റിലേക്ക് ഇത് പകരാനുള്ളൊരു ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോങ് ഡ്യൂറേഷൻ വേണം. പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സ്പ്രെഡ് ഈവൻ ദോ ഇൻ സ്മോൾ നമ്പേഴ്സ്. വളരെ കുറഞ്ഞ നമ്പറിൽ പോലും ഇത് ഒരു പൊട്ടൻഷ്യൽ ഡിസീസ് ഉണ്ടാക്കാനായിട്ട് ഇതിന് പറ്റണം. പിന്നെ ഇറ്റ് ഷുഡ് ബി മാനുഫാക്ചർഡ് ഈസിലി. ഇത് ലാബറട്ടറിയിൽ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റണം. സാധാരണയായിട്ട് ഈ ബയോ വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ ടെക്നോളജി വഴി അല്ലെങ്കിൽ സെൽ കൾച്ചർ മെത്തേഡ് വഴിയാണ്. അതങ്ങനെ ഈസി ആയിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റണം. ദെൻ ഈസിലി ആക്സസിബിൾ. ഇത് ആക്സസിബിൾ ആയിരിക്കണം ഈസി ആയിട്ട്. അതായത് ഇപ്പോൾ ജേംസ്, നിങ്ങൾക്കറിയാം ആന്ത്രാക്സ് സ്പോർസ് മണ്ണിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് അത് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. ഈ ക്വാളിറ്റീസ് എല്ലാം ഒരു നല്ല ബയോ വെപ്പൺ
അല്ലെങ്കിൽ ഒരു ബയോ ടെററിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ കോവിഡ് വൈറസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ കോവിഡ് വൈറസിന് SARS-CoV-2 വൈറസ്, CoV-2 വൈറസ് എന്നാണ് പറയണേ. ആ വൈറസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസും ഉണ്ട്. ബയോ വെപ്പൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. പക്ഷേ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഇതിനില്ലാത്തതെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് കനോട്ട് സ്റ്റേ സ്റ്റേബിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. ഒത്തിരി നേരം ഇത് അറ്റ്മോസ്ഫിയറിൽ ഇതിന് നിലനിൽക്കാൻ പറ്റില്ല. നമുക്കറിയാം ചൂടുള്ള നമ്മുടെ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഇതിനത്ര അടച്ചിട്ട റൂമിലൊക്കെയാണ് ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം ജീവിക്കും. പക്ഷേ പുറത്ത് അറ്റ്മോസ്ഫിയറിൽ ഇതിന് അത്ര ലോങ്ങർ ഡ്യൂറേഷനിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മാനുഫാക്ചർ ഇൻ ദ ലാബറട്ടറി ആസ് ആന്ത്രാക്സ് സ്പോസ്. ഈ ആന്ത്രാക്സ് സ്പോസ് ഉണ്ടാക്കുന്നത് പോലെയല്ല നമുക്ക് ലാബറട്ടറിയിൽ വളരെ ഈസി ആയിട്ട് ഇതിനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അപ്പോൾ ആ രണ്ടും ഇതും നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. ഈ ബയോ ടെറർ ആയിട്ട് യൂസ് ചെയ്യാൻ, കോവിഡ് വൈറസിനെ യൂസ് ചെയ്യുന്നതിന് അത് രണ്ടും ഒരു ഡീമെറിറ്റ്സ് ആണ്. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും തന്നെ ഈ കോവിഡ് വൈറസിനും ഉണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൻ്റെ ഗൈഡ് ലൈൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഈ ഗൈഡ് ലൈൻസ് എപ്പോഴൊക്കെ ആയിരിക്കും ഒരു ബയോ ടെറർ അറ്റാക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതിന് മുമ്പും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ബയോ ടെറർ അറ്റാക്ക് കഴിഞ്ഞ സമയത്തും എന്തെല്ലാം പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള രീതിയിൽ കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് CDC തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു reach the people of different area by the government officials at the time of emergency. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തും ആകാം. ഇപ്പോൾ ബയോ ടെറർ നടന്ന ഒരു സമയമാവാം, അല്ലെങ്കിൽ നടക്കുന്നു പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ ലഭിച്ച സമയമാവാം. അപ്പോൾ ആ സമയത്തെല്ലാം എല്ലാ ആളുകളുടെ അടുത്തേക്ക് എത്താൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്താ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ. അപ്പോൾ നമുക്ക് നോക്കാം, ബിഫോർ ആൻഡ് ഡ്യൂറിങ് ബയോളജിക്കൽ ഔട്ട് ബ്രേക്ക് നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ കേസിൽ എങ്ങനെയാണ് ഒരു ലോക്കൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഒരു അൺയൂഷ്വൽ ഇൽനെസ് പെട്ടെന്ന് നോട്ടീസ് ചെയ്തു എവിടെയെങ്കിലും, അല്ലെങ്കിൽ കുറേ ആളുകൾ മരിച്ചു, അപ്പോൾ എന്താ അതിൻ്റെ റീസൺ എന്നറിയില്ല. അങ്ങനെ അവർ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ത് ചെയ്യും? അതിനെപ്പറ്റി ജനങ്ങളെ, പബ്ലിക്കിനെ അലേർട്ട് ചെയ്യും. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ CDC ഗൈഡ് ലൈനിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് പബ്ലിക്കിനെ അലേർട്ട് ചെയ്യണം. ഏത് രീതിയിലാവാം? അത് TV ഓർ റേഡിയോ ബ്രോഡ്കാസ്റ്റ് വഴിയാവാം, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോൾ വഴിയാവാം, അല്ലെങ്കിൽ ഹോം വിസിറ്റ് വഴിയാവാം. ഇങ്ങനെ പബ്ലിക്കിനെ അലേർട്ട് ചെയ്യണം. അത് ഗൈഡ് ലൈനിൽ ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താ? തിങ്സ് ക്യാൻ ഡൺ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റിയത്? മേക്ക് റെഡി ആൻ എമർജൻസി സപ്ലൈ കിറ്റ്. ഒരു എമർജൻസി സപ്ലൈ കിറ്റ് നമ്മളെപ്പോഴും റെഡിയാക്കി വെക്കണം. പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാസ് ലീക്കേജ്, അല്ലെങ്കിൽ ഇത് പറയണമെങ്കിൽ ഒരു കെമിക്കലാണ് ബയോ വെപ്പണായിട്ട് യൂസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടേഴ്സ് നമുക്ക് വീട്ടിൽ കീപ്പ് ചെയ്യാം. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ബയോ ടെറർ ആണോ വരുന്നത് അതിന് പറ്റിയ രീതിയിലുള്ള ഒരു എമർജൻസി സപ്ലൈ കിറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കാം. അതേസമയം തന്നെ മേക്ക് എ ഫാമിലി എമർജൻസി പ്ലാൻ. ഒരു ഫാമിലി എമർജൻസി പ്ലാൻ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ നേരിടാം. അതായത് ഇപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഐസൊലേഷനിൽ വെക്കാം, ഏത് റൂം അതിനു വേണ്ടി നമുക്ക് റെഡിയാക്കി വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫാമിലിയിൽ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻഷുർ ദാറ്റ് ഓൾ ദ ഇമ്മ്യൂണൈസേഷൻ ആർ അപ് ടു ഡേറ്റ്. നമുക്കറിയാം, നമ്മൾ ഒരു ജനിക്കുന്ന സമയം മുതൽ തന്നെ നമുക്കൊരു ഇമ്മ്യൂണൈസേഷൻ പ്ലാൻ ഉണ്ട് അല്ലേ? ഒരു വാക്സിനേഷൻ പ്ലാൻ, ഈ 1 ഇയറിനുള്ളിൽ ഇത്ര വാക്സിൻ എടുത്തിരിക്കണം, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്സിനേഷൻ എല്ലാം അപ് ടു ഡേറ്റ് ആണോ എന്നുള്ള കാര്യവും നമുക്ക് ആ സമയത്ത് നോക്കി ഉറപ്പുവരുത്താം. വേണമെങ്കിൽ ഒരു മെഡിക്കൽ ഒരു സൂപ്പർവിഷനും ആ സമയത്ത് ഉണ്ടായാൽ നന്നായിരിക്കും. ഏതെങ്കിലും ഇമ്മ്യൂണൈസേഷൻ നമ്മൾ എടുക്കാത്തതുണ്ടോ, അത് അപ് ടു ഡേറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആ സമയത്ത് നോക്കി വയ്ക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ ബയോ ടെറർ അറ്റാക്കിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അറ്റാക്ക് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? വി ഷുഡ് വാച്ച് TV, ലിസൺ ടു റേഡിയോ, ചെക്ക് ദ ഇൻ്റർനെറ്റ് ഫോർ ഒഫീഷ്യൽ ന്യൂസ്. അതെന്തുകൊണ്ടാണ് ഒഫീഷ്യൽ ന്യൂസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇൻ്റർനെറ്റിൽ ധാരാളം തെറ്റായിട്ടുള്ള ന്യൂസും വരും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല അതിനെ എത്രത്തോളം ഒത്തൻറ്റിക് ആണ്, എപ്പോഴും ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഫീഷ്യൽ ന്യൂസ് ആയിരിക്കണം കൂടുതലായിട്ടും ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ TV, റേഡിയോ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം.
ആൻഡ് ഫോർ ദ ഇൻഫർമേഷൻ സച്ച് എ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്, എന്തൊക്കെയാണ് ഈ ഡിസീസിൻ്റെ സിംറ്റംസ്, നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള കെയർ എടുക്കാം, പ്രിവെൻഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഏത് ഏരിയ ആണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്, അവൈലബിലിറ്റി ഓഫ് മെഡിസിൻസ് ആൻഡ് വാക്സിൻ, ഏത് മെഡിസിനാണ് ഇതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, എവിടെ ലഭിക്കും, അല്ലെങ്കിൽ വെൻ ആൻഡ് വെയർ വൺ ഷുഡ് സീക്ക് മെഡിക്കൽ അറ്റൻഷൻ, നമ്മൾ എപ്പോഴാണ് മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടത്, അത് എവിടെയാണ് അതിനുള്ള സൗകര്യമുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ആഫ്റ്റർ ദി അറ്റാക്ക് വി ഷുഡ് പേ ക്ലോസ് അറ്റൻഷൻ ടു ഓൾ ദ ഒഫീഷ്യൽ വാർണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു പ്രൊസീഡ് ഇൻ പ്രസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാനായിട്ട് നമ്മൾ ഒഫീഷ്യൽ വാർണിംഗ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ ന്യൂസും റേഡിയോയും ഉള്ള ന്യൂസും എല്ലാം വാച്ച് ചെയ്യാറുണ്ട്. ഇൻ്റർനെറ്റും നമ്മൾ ഒരു പരിധി വരെ നോക്കാറുണ്ടായിരുന്നു ഒഫീഷ്യൽ ന്യൂസിന് പകരം. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് കോവിഡ് നമ്മുടെ അടുത്ത ഒരു ഏരിയയിലുണ്ട്, അതൊരു കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഇത് സ്പ്രെഡ് ആവാതെ ഏത് രീതിയിലൊക്കെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാം, ആ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് ആർക്കും പ്രവേശനമില്ല, അതേപോലെ തന്നെ ആ ഏരിയയിൽ ഉള്ള ആളുകൾ ബാക്കി ആളുകളായിട്ടും കോൺടാക്റ്റ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അത് നമുക്കറിയാം. പോലീസ് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന രീതിയെല്ലാം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാം, ഇതെല്ലാം ഗവൺമെൻറ് ഒഫീഷ്യൽസ് വഴി അതിന് ഈ ന്യൂസ് റേഡിയോ ഇതിൽ നിന്നെല്ലാം കേട്ടത് വഴിയാണ് നമ്മൾ അതെല്ലാം ആ രീതിയിൽ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒഫീഷ്യൽ വാർണിംഗ് എപ്പോഴും ഇൻസ്ട്രക്ഷൻസും എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം, അതൊരു അത്യാവശ്യ കാര്യമാണ്. So we can see that bioterrorism is seen as a real threat in today's world. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ഇതൊരു റിയൽ ത്രെറ്റാണ്. എവിടെ നിന്നെല്ലാം ഉള്ള ഡൊമസ്റ്റിക് ആയിട്ടും ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുള്ളത്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നായിക്കോട്ടെ, ഇതൊരു എന്താ പറയുക റിയൽ ത്രെറ്റ് തന്നെയാണ് ഈ ബയോ ടെറർ അറ്റാക്ക്. ദെൻ ഇൻ ദ പബ്ലിക് ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെൻറ്റിന് കുറേ റോൾസ് ഉണ്ട്. എന്തെല്ലാമാണ് ഈ ഒരു ബയോ ടെറർ അറ്റാക്കിൻ്റെ സമയത്ത് ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഒരു ടൈംലി സർവൈലൻസ് ഉണ്ടായിരിക്കണം, അവെയർനെസ് ഓഫ് ദ സിൻഡ്രോം റിസൾട്ടിങ് ഫ്രം ബയോ ടെററിസം. ഈ ബയോ ടെററിസം ആ ഒരു അറ്റാക്ക് വഴി എന്തെല്ലാം ടൈപ്പിൽ സിൻഡ്രോംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കാം. പിന്നെ ഇപ്പോൾ ഒരു ലാബറട്ടറി ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിന് നല്ലപോലെ ഉണ്ടാവണം. അതായത് ഇപ്പോൾ നമുക്കറിയാം കോവിഡ് ഇവിടെ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാ ലാബറട്ടറികളിലും അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല അല്ലേ. അതിന് ശേഷമാണ് ഓരോരോ ലാബറട്ടറികളിലും അതിലേക്ക് ഫെസിലിറ്റീസ് കൂട്ടി കൊണ്ടുവന്നു. ആദ്യം ഗവൺമെൻറ് ലാബിലേ ഉണ്ടായിരുന്നുള്ളൂ, പ്രൈവറ്റ് ലാബ്സിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ ആ കപ്പാസിറ്റി കൂട്ടി വന്നു. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആക്ച്വലി ഒരു എന്താ പറയുക ഡ്യൂട്ടിയാണ്, ഇങ്ങനെ ഒരു ലാബറട്ടറി ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെ ക്രൂഷ്യൽ സമയത്ത് ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മെഡിസിൻ, വാക്സിൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അതെല്ലാം ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പോയിൻറ്റ്. എൻഷുർ ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് ഡ്രഗ്സ്, ലാബറട്ടറി റിയേജൻസ്, ആൻറ്റിടോക്സിൻസ് ആൻഡ് വാക്സിൻസ് ആർ എസെൻഷ്യൽ. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഡ്യൂട്ടിയാണ്. ഈ ഡ്രഗ്സും വാക്സിനും ഓൺ ക്രൂഷ്യൽ ടൈമിൽ പബ്ലിക്കിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബയോ ടെറർ അറ്റാക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കാം, അതേപോലെ തന്നെ ഒരിക്കൽ അതുണ്ടായാൽ എന്തെല്ലാം രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ.